ഹായ് മക്കളുമാരെ, ഇന്നേ അപ്പം മീൻ മേടിച്ചോണ്ട് വന്നിട്ടുണ്ടേ. നമുക്ക് നോക്കാമേ. കണ്ണൻ കൊഴിയാളയാണ് കേട്ടോ ഇത്. എന്താ കൊഴിയാളെന്ന് പറയുന്ന അയില ഇതവണല്ലേ ഇരിക്കുന്നേ. അത് തിരിച്ചൊക്കെ ഇതിന്റെ വാലിലുണ്ടോ ഒരരം പോലെ ഉണ്ട്, ഇങ്ങനെ ഒരു പരുപരിപ്പ് കാണും. അയിലക്കാണ് അത് കാണത്തില്ല. ഉണ്ടോ? നമുക്കതിനെ കട്ട് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഓക്കേ. ഞാനേ മീനിന്റെ വേസ്റ്റ് ഒക്കെ എടുത്ത് കളഞ്ഞു. എന്നിട്ട് ഞകത്ത് കൊണ്ടുവന്ന മീൻ നമുക്ക് കട്ട് ചെയ്യാം. എനിക്ക് ഒരുപാട് സമയം വേണം മീൻ കട്ട് ചെയ്യണമെങ്കിൽ. അതിൻ്റെ ഇതൊക്കെ എടുത്ത് തലയൊക്കെ ഞാനിങ്ങനെ ഇതേവണ്ണമാക്കി അതിൻ്റെ വേസ്റ്റൊക്കെ കളഞ്ഞതിന് ശേഷം ഇതേവണ്ണമാക്കി ചെറുതായിട്ട് കട്ട് ചെയ്യും. നല്ല നല്ല മീനാണ് കേട്ടോ. കുറേ ദിവസം കൂടിയാണ് നല്ല മീൻ കിട്ടിയത്. കൊഴിയാള മീനാണ് കേട്ടോ. ഇതിനെ നമുക്ക് പച്ച അരച്ചെന്നാണ് നമ്മൾ പറയുന്നത്. തേങ്ങ അരച്ചാണ് വെക്കുന്നത്. തേങ്ങ വറുത്തരയ്ക്കുന്നതല്ല, തേങ്ങ അല്ലാതെ പച്ചക്ക് അരയ്ക്കും. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഇത് ഫ്രഷ് മീനാണ്. അത് കാണുമ്പോൾ തന്നെ മനസ്സിലാകത്തില്ലേ നിങ്ങൾക്ക്? ഫ്രഷ് മീനാണ്. അപ്പം നമ്മുടെ ഇന്നത്തെ ആവശ്യത്തിനെടുത്തിട്ട് ബാലൻസ് 2 പാത്രങ്ങളായിട്ട് ഞാനെടുത്ത് ഫ്രിഡ്ജിൽ വെക്കും. ഞാനിങ്ങനെ ഒരാഴ്ചത്തേനും ഒരുമിച്ചാണ് മീൻ മേടിക്കുന്നത്. നല്ല മീനൊക്കെ വരുമ്പോഴത്തേനും ഒരാഴ്ചത്തേക്ക് ഒരുമിച്ച് മേടിക്കും. ഇത് ഇനി നമുക്ക് കറി വയ്ക്കാം. കറി വയ്ക്കാനായിട്ട് ഇന്നത്തെ ആവശ്യത്തിന് വേണ്ടിയുള്ള മീനാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. എടുത്തിട്ട് അതിനെ നന്നായിട്ട് കഴുകിയതാണ്. കഴുകിയതിന് ശേഷം ഞാൻ പറഞ്ഞില്ലേ പച്ച അരച്ചാണ് വെക്കുന്നത്, തേങ്ങ അരച്ചാണ് വെക്കുന്നത്. അതിന് വേണ്ടി തേങ്ങ ഉണ്ട്. ഈ തക്കാളിക്കും പച്ചമുളകും ഞാൻ ഇതിനകത്ത് അരിഞ്ഞിടുകയാണ് ചെയ്യുന്നത് കേട്ടോ. മറ്റേ മീനകത്ത് പോലെ അരയ്ക്കത്തില്ല. എന്നിട്ട് പിന്നെ അരയ്ക്കേണ്ടതെന്ന് പറയുന്നത് ഇഞ്ചി, ചുവന്നുള്ളി ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ആ സവാള എടുത്തേക്കുന്നത്. വെളുത്തുള്ളി, പിന്നെ തേങ്ങ, ഉലുവപ്പൊടി, മഞ്ഞൾപ്പൊടി, ഇത്രയും കൂടെ ഞാൻ അരയ്ക്കും. അരച്ചിട്ട് ഈ പെണംപുളിയും ഉപ്പും കൂടെ വെള്ളത്തിൽ കുതിരായിടും. ഇത് കുതിരായിട്ട് അപ്പോൾ ഇത് കുതിർന്ന് കിടക്കും. കുതിർന്ന് കിടക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ. നമുക്കിതിനെ അരയ്ക്കാം. അതെല്ലാം കൂടെ ഇട്ടിട്ട് ഈ മീനിനെ നമുക്ക് ഇച്ചിരി ഉലുവ സ്വല്പം വേണം. ഞാനൊരു 1/2 ടീസ്പൂൺ ഉലുവ എടുത്തിട്ടുണ്ട്. ഒരു സ്വല്പം മഞ്ഞൾപ്പൊടി, പിന്നെ നേരത്തെ ഞാൻ കാണിച്ചല്ലോ അതെല്ലാം കൂടെ അരച്ചതിന് ശേഷം ഞാൻ ചീനിച്ചട്ടിയിലാണ് കടുക് വറക്കാനല്ല, യഥാർത്ഥ കടുക് വറുത്തിട്ടാണ് ഞാൻ മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടെ ചൂടാക്കുന്നത്. പച്ച പൊടിച്ചാണ് വെച്ചിരിക്കുന്നത്. അപ്പം മുളക് പൊടി ചൂടാക്കാനായിട്ട് ചീനിച്ചട്ടി വെച്ച് അതിനകത്ത് എണ്ണ ഒഴിച്ച് കടുക് ഇറക്കും. കടുകും കൂടെ ഇട്ട് ഉള്ളി ഉണ്ടെങ്കിൽ ഉള്ളി വേണമെങ്കിൽ ഉള്ളി ഇടാൻ. ഞാൻ ഉള്ളി ഇട്ടില്ല. പിന്നെ വറ്റൽ മുളകും പിന്നെ കറിവേപ്പിലയും കൂടെ ഇട്ട് കടുക് വറുത്തതിന് ശേഷം അതിനകത്തോട്ട് ഒരു 1/2 ടീസ്പൂണല്ല 1 ടീസ്പൂണ് മല്ലിപ്പൊടി, 1 ടീസ്പൂണ് മുളക് പൊടി എന്നിട്ട് മൂപ്പിച്ച് ഇതിന് ശേഷം അതിനകത്തോട്ട് ഞാൻ എന്ത് ചെയ്യുമെന്നറിയാവോ? ഈ അരച്ചു വെച്ചിട്ടുള്ള മസാലയും കൂടെ അങ്ങ് ഇടും. മസാല എന്ന് പറഞ്ഞാൽ നമ്മൾ അരച്ചു വെച്ചിട്ടില്ലേ, ജാറിൽ അടച്ചു വെച്ചിട്ടില്ലേ, അതും കൂടെ അങ്ങ് മിക്സ് ചെയ്ത് തിളപ്പിക്കും. അന്നേരം അതിനകത്തോട്ട് തന്നെ ആ പുളി അങ്ങ് ഇട്ട് കൊടുക്കും. പുളി ഉപ്പും കൂടെ ചേർത്ത് വെച്ചിരിക്കുന്നതും പാകത്തിന് വെള്ളവും കൂടെ ചേർത്ത് തിളപ്പിക്കും. എന്തിനെന്നറിയാമോ? ഞാൻ ഈ ചീനിച്ചട്ടി ഇടയ്ക്കൊരു പ്രാവശ്യം ഞാൻ ചട്ടി വെച്ചപ്പോഴത്തേന് ചട്ടിയുടെ അടി പൊട്ടി. അപ്പം എനിക്ക് പിന്നെ പേടിയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇതേവണ്ണം ചെയ്തത്. ചീനിച്ചട്ടി വെച്ചിട്ട് ചീനിച്ചട്ടി കടുക് വറുത്ത് അതിനെ ഒന്ന് തിളപ്പിച്ചതിന് ശേഷം അതിനകത്തോട്ട് തിളയ്ക്കുമ്പോൾ മീനും ഒക്കെ ഇട്ട് കൊടുക്കും. നമ്മളെന്താണോ മീനിൻ്റെ കൂടെ ഇതിനകത്ത് ഇപ്പം ഞാൻ മീനും പിന്നെ തക്കാളിക്കും പച്ചമുളകും കൂടെ ഇട്ട് അതും കൂടെ തിളപ്പിച്ചതിന് ശേഷമാണ് ഞാൻ ചട്ടിയിലോട്ട് ഒഴിക്കുന്നത്. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. പച്ചയരച്ച് വെക്കും. ഇത് പിന്നെ ഫ്രഷ് മീനും കൂടെയാണ് നമ്മൾ കിട്ടിയത്.
നല്ല ടേസ്റ്റാണ്. പൊഴിയാള മീൻ ഫ്രഷും കൂടെ ആയത് കാരണം നല്ല ടേസ്റ്റാണ്. ഉണ്ടോ? അത് തിളച്ചതിന് ശേഷം ഞാൻ ചട്ടിയിലോട്ട് ഒഴിച്ചിട്ട് അത് നന്നായിട്ട് വറ്റുമ്പോഴത്തേന് അതിനകത്തോട്ട് എന്നിട്ട് അടച്ചു വെക്കും. അടച്ചു വെച്ചതിന് ശേഷം കുറച്ച് കഴിഞ്ഞിട്ട് നോക്കുമ്പോഴത്തേനെല്ലാം ഇറങ്ങിയിരിക്കും. എന്നിട്ട് അതിനകത്തോട്ട് കുറച്ച് പച്ച കറിവേപ്പിലയും കൂടെ ഇട്ട് വറ്റുമ്പോൾ കറിവേപ്പിലയും കൂടെ ഇട്ട് അടച്ച് വെച്ച് ഗ്യാസ് അങ്ങ് ഓഫാക്കണം. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. നിങ്ങളെല്ലാവരും ഇതേപോലെ ചെയ്ത് നോക്കണേ. ഓക്കേ, ബായ്.